പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മുൻപിലായിരിക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും, അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളും, നമ്മുടെ കടബാധ്യതകളും കഷ്ടപ്പാടുകളും, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും, നമ്മുടെ കുടുംബത്തിലെ ദാരിദ്ര്യവും, നമ്മുടെ ഇല്ലായ്മയും, നമ്മുടെ എല്ലാ അവസ്ഥകളും നമുക്ക് ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം. അമ്മ അതെല്ലാം സ്വീകരിക്കുകയും ഈശോയ്ക്ക് കാണിക്കയായി സമർപ്പിച്ച് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യും. നാം എപ്പോഴും പരിശുദ്ധ അമ്മയുടെ മുൻപിൽ പൂർണ്ണ വിശ്വാസമുള്ള ഹൃദയത്തോടു കൂടിയായിരിക്കണം. വിശ്വാസമുള്ള ഹൃദയത്തിലാണ് അമ്മ വാഴുക. അവിടെയാണ് അമ്മയ്ക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുക. പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. രോഗികളായ മക്കളെ നമുക്ക് ഈ പ്രാർത്ഥനയിൽ ഓർക്കാം. കടബാധ്യതയാൽ കഷ്ടപ്പെടുന്നവരെ നമുക്ക് ഈ പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെ കുടുംബത്തിലെ എല്ലാ പ്രയാസങ്ങളും ഈ പ്രാർത്ഥനയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, വിനയവും എളിമയും വിശ്വാസവുമുള്ള ഹൃദയത്തോടെ അമ്മയുടെ മക്കളിതാ അമ്മയോട് പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു. കണ്ണീരോടെ ഞങ്ങൾ നിലവിളിക്കുന്നത് അമ്മ കേൾക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകളും അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും അമ്മയ്ക്കറിയാമല്ലോ. അമ്മേ, അങ്ങ് ഞങ്ങളിലേക്ക് കടന്നു വരയണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു വാഴണമേ. ഞങ്ങളുടെ കുറവുകളോ തെറ്റുകളോ ഒന്നും കാരണമാക്കാതെ ഞങ്ങളെ സഹായിക്കണമേ. ഈ ഭൂമിയിൽ ഞങ്ങളെ സഹായിപ്പാൻ അമ്മയല്ലാതെ മറ്റാരുമില്ല. അമ്മേ, അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥത ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായും അടയാളമായും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൃപാസന ആൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടത്. അമ്മ മാതാവേ, അമ്മയിലേക്ക് ദിനംതോറും ഓടിയെത്തുന്ന എല്ലാ മക്കൾക്കും അമ്മ ഉത്തരം നൽകണമേ. ആവശ്യ നേരത്ത് സഹായമായി അമ്മ അവരുടെ സമീപത്തിരിക്കണമേ. രോഗികളെ അമ്മ സൗഖ്യപ്പെടുത്തണമേ. അമ്മേ, ശക്തമേറിയ മാധ്യസ്ഥത ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കഷ്ടതയാലും കടബാധ്യതയാലും കഷ്ടപ്പെടുന്ന മക്കളെ അമ്മ സഹായിക്കണമേ. സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന എല്ലാ മക്കളിലും അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഓരോ ദിവസങ്ങളിലും അനേകായിരം മക്കൾക്ക് അമ്മയിൽ നിന്ന് ഈശോയുടെ സ്നേഹം അനുഭവിപ്പാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ലോകമെമ്പാടും കഷ്ടതകളും കണ്ണീരും അനുഭവിക്കുന്ന അനവധി മക്കളുണ്ടമ്മേ. അവരുടെ അരികിലേക്കെല്ലാം അമ്മ കടന്നു ചെല്ലണമേ. അവരുടെ ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളിലും അമ്മ ഇടപെടണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾ സങ്കടപ്പെടാനോ പ്രയാസപ്പെടാനോ അമ്മ അനുവദിക്കരുതേ. എന്തെന്നാൽ ഞങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത് അമ്മയിലാണ്. അമ്മ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അമ്മ മാതാവേ, ഈ ഭൂമിയിലെ ജീവിതം വളരെ ക്ലേശമേറിയതാണ്. അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗത്തിൻ്റെ വാതിൽ ഞങ്ങൾക്ക് നേരെ തുറക്കണമേ. ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. അമ്മേ മാതാവേ, പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. അങ്ങിൽ നിന്ന് അകന്നു പോയ ഓരോ നിമിഷങ്ങളെയും ഓർത്ത് ഇപ്പോൾ ഞങ്ങൾ മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മ മാതാവേ, കൃപാസന പ്രസാദപര മാതാവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ. ഈശോയോട് ഞങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ, രോഗസൗഖ്യമായി അവരുടെ അരികിലേക്ക് അമ്മ കടന്നു വരയണമേ. അവരെ ഒന്ന് സ്പർശിക്കണമേ. തല മുതൽ ഉള്ളം കാല് വരെയും അങ്ങേ പുത്രൻ കാൽവരിയിൽ ചിന്തിയ തിരുരക്തത്താൽ അവരെ ഒന്ന് കഴുകണമേ. അവരെ വിശുദ്ധീകരിക്കണമേ. അനേകായിരം മക്കൾക്ക് സാക്ഷികളായി ജീവിപ്പാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതത്തെ അമ്മ പുതുക്കി പണിയണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാ മക്കളുടെയും ഹൃദയത്തിലേക്ക് കടന്നു വരയണമേ. അമ്മേ മാതാവേ, ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിക്കുന്നു. അമ്മേ, അവരെ ഒന്ന് സ്പർശിക്കണമേ. അവരെ നെറുകയിൽ അമ്മയുടെ വലതുകരം നീട്ടി ഒന്ന് തൊടയണമേ.
അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും മാറ്റിക്കൊടുക്കണമേ. ഈ പ്രാർത്ഥന അനുഗ്രഹമായിരിക്കാൻ ഈ പ്രാർത്ഥനയിലൂടെ അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, നിന്റെ കരുണ ഇവരിലേക്ക് വർഷിക്കണമേ. ഇവരിലേക്ക് നീ ഇറങ്ങി വരണമേ. ഇവരുടെ കുറവുകളിലേക്ക് നീ ഇറങ്ങി വരണമേ. ഇവരുടെ വേദനയിലേക്ക് നീ ഇറങ്ങി വരണമേ. ഇവരുടെ കവിളിലൂടെ ഒഴുകുന്ന കണ്ണുനീര് അമ്മയുടെ വലതു കരത്താലെന്ന് തുടയ്ക്കണമേ. അമ്മയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇനിയുള്ള ജീവിതം സന്തോഷവും സമാധാനവും അനുഭവിപ്പാൻ തക്കവിധം ഞങ്ങളെ യോഗ്യരാക്കണമേ. എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.